ഈ വോൾട്ടേജ് കുറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഈ മനുഷ്യ ശരീരേ ഒരു അത്ഭുതകരമായ എഞ്ചിനല്ലേ. തീർച്ചയായിട്ടും. Human body is a miraculous machine, wonderful chemical laboratory, stomach and digestive organ, miles of communication system, nerves, okay, and astounding sound system, ear and throat, wonderful camera cum projector system, eye, unparalleled computer with the infinite capacity, brain, non-stop pumping set, heart and lungs, both are pumping, okay, and restless refinery system, liver and kidney. അങ്ങനെ സൃഷ്ടാവ് മനുഷ്യന് നൽകിയ വിചിത്രവും സങ്കീർണവുമായ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ഒരു എഞ്ചിനാണിത്. ഈ എഞ്ചിൻ പ്രായത്തിന്റെ ആധിക്യമാകുമ്പോൾ ലേശം അതിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് കുറയും. പക്ഷെ ഒരു കാര്യം മനുഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രായം എന്ന് പറയുന്നൊരവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇന്നലകളുടെ സായാഹ്നസന്ധ്യകളിൽ നിദ്രയില്ലാത്ത രാത്രികളും വിശ്രമമില്ലാത്ത പകലുകളും മക്കൾക്കായി ഹോമിച്ച് മക്കളെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക ചുതിയിലാണ് ഇന്നത്തെ അത്യന്താധുനിക സമൂഹം. മനുഷ്യൻ എന്താണെന്നും മാനുഷിക മൂല്യങ്ങൾ എന്താണെന്നതിനെപ്പറ്റിയും പരിപൂർണമായി ബോധവാന്മാരല്ല ഇന്നത്തെ ഈ അത്യന്താധുനിക സമൂഹം. അപ്പൊ എന്താ മനുഷ്യനായി കാണാൻ എന്താ അവന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് മനുഷ്യൻ? എന്താണ് മാനുഷിക മൂല്യം? ഹ്യൂമൻ വാല്യൂസ്. വാട്ട് ആർ ഹ്യൂമൻ വാല്യൂസ്? Values are defined as desires and goals that are internalized through the process of conditioning, learning and socializing. It means the act of cherishing something and holding it dear. Actually, they are the guiding principles of life which are conducive to one's physical, mental and social health. A well-structured ethical code വേണം ഒരു മനുഷ്യന്. അവിടെ മാനുഷിക മൂല്യങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണ്, അനിവാര്യമായ ഘടകങ്ങളാണ്. ഹ്യൂമൻ വാല്യൂസ്, a well-structured ethical code, moral commitment, spiritual conduct, social accountability, upward mobility of ideals and sense of belongingness, righteous conduct in the physical level, truth in the intellectual arena, peace on the ഇമോഷണൽ പ്ലെയിൻ. ഇതൊക്കെ നമ്മൾ മനുഷ്യന് മാനുഷികമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. അവൻ ഇതൊക്കെ അനിവാര്യമായ ചില ഘടകങ്ങളാണ്. ഇതൊക്കെയാണ് ജീവിതം. ഇതൊക്കെ ആയാലേ ജീവിതമാവുന്നുള്ളൂ. അപ്പം ജീവിതത്തിനെ പറ്റി കൂടി നമ്മൾ ചിന്തിക്കണം. വാട്ട് ഈസ് ലൈഫ്? ടുഡേ ഈസ് ലൈഫ്, the very life of life. In its brief course lies all the varieties of realities. It is green everywhere. Yesterday is history. Tomorrow is mystery. But today is life. Life is an unnecessary disturbance. Life is an unnecessary disturbance in the tranquility of eternity. We think one, but it happens absolutely different from that. അതാണ് മിസ്റ്ററി. അപ്പൊ നമ്മൾ എന്ത് വേണം? ജീവിതത്തിൽ കുറെയൊക്കെ സത്യസന്ധതയോടെയും സാംസ്കാരികമായ ഒരു മൂല്യമൊക്കെ വെച്ചുപിടിച്ചൊക്കെ ജീവിക്കാൻ നോക്കണം. മനുഷ്യന് മാത്രമുള്ളതല്ല ഈ ഭൂമി. നമ്മൾ വിചാരിക്കുന്നത് എന്താ? മനോഹരമായ ഭൂമി മനുഷ്യന്റെ ഇത് മാത്രമാണെന്നാണ്. പക്ഷെ സത്യം അതല്ല. ഇതിലെ പാറിപ്പറക്കുന്ന ചിത്രശലഭത്തിനും ഇന്നലെ വിരുന്നുണ്ടുപോയ ദേശാടന കിളികൾക്കും പാപം പറവകൾക്കും PT7-നും അരിക്കൊമ്പനും അങ്ങനെ നരിക്കൂ എലിക്കൂ അരിക്കൂ എല്ലാറ്റിനും തുല്യാവകാശമുള്ള ഒരു സംഗതിയാണ്, ഒരു സംഭവമാണ് ഈ ഭൂമി. ഈ ഭൂമിയെ മനുഷ്യൻ്റെത് മാത്രമായി കാണരുത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 ബേസിക് എലിമെന്റ്സ് ഒക്കെ മനുഷ്യന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതല്ല. മക്കളെ, നിങ്ങൾ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഇത് കഴിഞ്ഞാൽ വരും തലമുറക്കായി നിങ്ങൾക്ക് കിട്ടിയ അതേ പരിശുദ്ധിയോടുകൂടി തന്നെ ഇത് തിരിച്ചു കൊടുക്കേണ്ടതായ ഹാൻഡ് ഓവർ ചെയ്യണം. യു വിൽ ഹാവ് ടു ഹാൻഡ് ഓവർ.
എയർ, വാട്ടർ, സോയിൽ ആൻഡ് ദിസ് കൈൻഡ് ഓഫ് പൊല്യൂഷൻ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്? കംപ്ലീറ്റ് പൊല്യൂഷനാണ്. Atmospheric pollution, environmental pollution. What is the reason for that? Science, which has contributed so much to human progress, has also posed a serious threat to human survival. It is not only wars it's not only wars with poison gases, virulent germs, nuclear weapons that may spell our doom, but man may choke himself to death by rapidly polluting his atmosphere under the guise of modernization, automation, scientific or technological progress. We have been warned that if the current rate of air, water, soil pollution continues, the biological rhythm on the earth will be seriously upset, leading to the gradual extinction of mankind. So environmental scientists, enlightened statesmen all over the world are today seriously concerned over man's misuse and abuse of nature and his deliberate fouling of the atmosphere. അപ്പം നമ്മൾ മനുഷ്യരാണ്, സ്നേഹത്തോടുകൂടി കഴിയുക. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടൈമാണെങ്കിൽ എന്താണ് റംസാന്റെ കാലഘട്ടമാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ടൈമാണ്. മനുഷ്യൻ ഏറെക്കുറെ ചിന്തിക്കേണ്ടതായ സമയമാണ്. അപ്പൊ ഇതിന് ഒരു സൃഷ്ടാവിന് എന്താ ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു. ഗോഡ് എന്തോ ഒരു പവറാണപ്പാ. അത് ഇന്ന ശക്തിയാണെന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. There is a cosmic power in the world which governs the microcosm and macrocosm. ഈ അഖിലാണ്ടത്തെയും ബ്രഹ്മാണ്ടത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് കോസ്മിക് പവർ. അപ്പൊ നമുക്കൊക്കെ ഉണ്ട് ഒരു കോസ്മിക് സോള്. അപ്പൊ ഈ കോസ്മിക് സോളിനെ നിയന്ത്രിക്കുന്ന ഒരു പവറാണ് കോസ്മിക് പവർ. അതാണ് ഗോഡ്. എന്താണ് ഗോഡ്? ഗോഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. GOD, ഗോഡ്. ജി എന്താണ്? ജി ഫോർ ജനറേറ്റർ, സൃഷ്ടാവ്, ഉണ്ടാക്കുന്ന ആള്. ജനറേറ്റീവ് പവറൊക്കെ കേട്ടില്ലേ? അപ്പൊ ജി ഫോർ ജനറേറ്റർ. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? ഓ ഫോർ ഓപ്പറേറ്റർ. സൃഷ്ടിച്ചാൽ പോരാ, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പരിപാലിക്കാൻ ഒരാൾ വേണം. അപ്പൊ ജി ഫോർ ജനറേറ്റർ, ഓ ഫോർ ഓപ്പറേറ്റർ ആൻഡ് ഡി ഫോർ ഡിസ്ട്രാക്ടർ, നശിപ്പിക്കുന്ന ആള്. അപ്പൊ സൃഷ്ടിക്കുക, പരിപാലിക്കുക, നശിപ്പിക്കുക, ഈ 3 പ്രക്രിയകളും അവിരാമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇല്ല എന്ന് നിഷേധിക്കാനൊന്നും ഞാനില്ല. ഞാനിങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, അത്രമാത്രം. ഇനി വേറൊന്നുകൂടി പറയുന്നു. അപ്പൊ സംസ്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു നിർവചനമുണ്ട്. ഇന്നിപ്പോ സാംസ്കാരികമായി വലിയ അപചയമാണ്. ഓക്കെ, വളരെ വളരെ പരാജയമാണ്. സ്നേഹമില്ല. എന്താണ് സ്നേഹം എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. സ്നേഹത്തിന് കുറേ രൂപാന്തരങ്ങളുണ്ട്. ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അനുരാഗം, സഹോദരിയെ സ്നേഹിക്കുമ്പോൾ വാത്സല്യം, മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ ഭയം, ബഹുമാനം, ഈശ്വരൻ അല്ലാ പടച്ചവൻ സ്നേഹിക്കുമ്പോൾ ഭക്തി, മറ്റൊരു പെൺകുട്ടിയെ പഠിക്കുന്ന കോളേജിലും ക്ലാസ് റൂമിലൊക്കെ സ്നേഹിക്കാൻ നോക്കുമ്പോൾ അത് പ്രേമം. പക്ഷെ എല്ലാം സ്നേഹമാണ് മക്കളെ. ആള് മാറുമ്പോൾ ഇതിന്റെ രൂപം മാറുന്നു. അവിടെയാ രസം. അപ്പൊ അതിലോട്ടൊരു മോഡിഫിക്കേഷൻ ലവ് ഉണ്ട്. അപ്പൊ ആ ലവിനെ നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് രസം. ലവ് എപ്പോഴും പരിശുദ്ധമായിരിക്കണം. റിലൻഡ്ലെസ് ലവ് ആയിരിക്കണം. റിലൻഡ്ലെസ് ലവ് നിഷ്കാമകർമ്മം എന്ന് പറയും നമ്മൾ. അതായത് ഇന്നിപ്പോ ഒരാൾ സ്നേഹിക്കുന്നത് സ്നേഹം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ. കിട്ടാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്ന ആ സംഗതിയല്ല സ്നേഹം. അവിടെയാണ് കുഴപ്പം പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നോക്കുക. അപ്പം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ടൈം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനുള്ള വലിയ അറിവൊന്നുള്ള ആളൊന്നുമല്ല. ഞാനിവര് ചെറിയ മനുഷ്യനാണ്. യാദർച്ഛ്യമായി എന്നെ ഇങ്ങനെ കണ്ടുപോകുന്ന വൈക്കല്. അപ്പം മുമ്പ് ഞങ്ങൾ കണ്ടാൽ സംസാരിക്കാറുണ്ട്. ഇപ്പം കണ്ടപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പിടിക്ക് തോന്നി എന്നെ വിളിച്ചു. അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അത്രമാത്രം എന്തെങ്കിലും തെറ്റുക മറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാലം വളരെ മോശമാണ്. അപ്പോൾ മനുഷ്യനെ നയിക്കുന്നത് അടിസ്ഥാന പ്രേരണകളാണ്. മനുഷ്യന്റെ ജന്മവാസനകൾ രതിയും മൃതിയുമാണ്. രതി സഹകരണത്തിൻ്റെതാണ്, മൃതി വിനാശത്തിൻ്റെതാണ്. മനുഷ്യരിലെ സഹകരണബോധവും ആക്രമണവാസനയും തമ്മിൽ അനസ്യൂതം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘട്ടനത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സംസ്കാരം. ആ സംസ്കാരം പാടെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിർഭാഗ്യകരമായി നമ്മൾ ചെന്ന് എത്തുകയാണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അവശേഷിച്ച ആരോഗ്യമായി ഞാൻ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം, പൊറുക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ.
അപ്പൊ അമുദാസൻ ചേട്ടൻ നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ വീടിലേക്ക് കൊണ്ടുവന്നാക്കണോ? അങ്ങോട്ട് വീട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് ബസ്സിന് പോയിക്കോളാം. ബസ് സ്റ്റോപ്പിലാക്കി തന്നാ മതി. ബസ് സ്റ്റോപ്പിലാക്കി കൊണ്ടുവന്നാക്കണ്ട. ബസ് സ്റ്റോപ്പിലാക്കി. നോമ്പായതിന്റെ പേരിൽ ചായ കുടിക്കാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് നോമ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും അപ്പൊ കൊണ്ടുവന്നാക്കണ്ട, ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്നാക്കാം. ഓക്കെ ശരി. ഓക്കെ ശരി ശരി. ഓക്കെ.